അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്താനുള്ളൊരു വീഡിയോ ആണിത്. സമ്മർ മോർണിംഗ് എന്ന് ഞാൻ പേര് നൽകിയെന്നേ ഉള്ളൂ. പേര് നമുക്ക് ഇഷ്ടമുള്ളതിടാം, പേരിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു ദിവസം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ട്രേഡിംഗ് സിഗ്നൽ നൽകുന്ന രീതിയിലാണ് ഇതിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം അതിൽ ഏതാനും ചില വരകളൊക്കെ നമുക്കിവിടെ കാണാം. ഈ വര വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി നമുക്ക് ഇതിൻ്റെ ലൈൻസുകളും അതുപോലെ ഹൈ ലോ ബൈ സെൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ ബൈ ടി പി എസ് എൽ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലോരോന്നും നമുക്ക് വേണ്ടത് എടുക്കുകയും വേണ്ടാത്തത് ഒഴിവാക്കുകയും ആകാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ലൈനും അതുപോലെ ബൈ സെൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൽ എനിക്കിവിടെ ഫ്രീ പ്ലാൻ ആയതുകൊണ്ട് കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ മാസം 20-ാം തീയതി മുതലുള്ള ചാർട്ട് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ആദ്യം 20-ാം തീയതി ഒരു സെല്ല് തന്നിട്ടുണ്ട്. ഈ സെല്ല് നമുക്ക് നോക്കാം. സെല്ല് ഇതിൽ $20 നമ്മൾ ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെല്ല് എടുക്കുന്ന സമയത്ത് ഈ ലൈനിൻ്റെ മുകളിലും ബൈ എടുക്കുന്ന സമയത്ത് ഈ ലൈനിൻ്റെ താഴെയുമായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സെല്ല് ആക്റ്റീവായിട്ടുണ്ട്. സെല്ല് നമുക്ക് ഏകദേശം 239 റേഞ്ചിലാണ് കാണിക്കുന്നത്. അപ്പോൾ 39ഉം അതിൽ നിന്ന് നമ്മൾ 20 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ നമുക്കറിയാം, 4209 ഇവിടെ മാർക്കറ്റ് 219 വരെ പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ദിവസത്തിൽ നമുക്ക് ടാർഗറ്റ് ഇവിടെ കിട്ടുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റ് എത്തുന്ന സമയത്ത് ക്ലോസ് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ചെയ്യാവുന്നതോ ആണ്. രണ്ടാമത്തെ ട്രേഡ് നമുക്കിവിടെ ബൈ ആണ് കിട്ടിയിട്ടുള്ളത്. ബൈ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ തന്നെ ആ സ്റ്റോപ്പ് ലോസിനെ കവറാവുന്ന വിധത്തിലുള്ള ടാർഗറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ദിവസത്തെ ട്രേഡ് അവസാനിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വരാം. ഇവിടെ സെല്ല് കിട്ടിയിട്ടുണ്ട്. 20ഉം അതിലപ്പുറമുള്ള പോയിൻ്റ് നമുക്കിവിടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് നമുക്ക് സെല്ല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വരാം. ഇവിടെ നമുക്ക് സെല്ല് കിട്ടിയിട്ടുണ്ട്. സെല്ല് 111 നിന്ന് കിട്ടി. നമുക്കറിയാം 20 പോയിൻറ്റിൻ്റെ മുകളിൽ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ബൈ നമുക്ക് കിട്ടി. ബൈ കിട്ടിയെങ്കിലും നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചത് കാണാം. അപ്പോൾ 2 എൻട്രി, ഒരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വരാം. അതായത് 23-ാം തീയതിയാണ്. ഇവിടെ നമുക്ക് സെല്ല് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടാർഗറ്റ് കിട്ടിക്കണമെന്ന് ചോദിച്ചാൽ 90. ഇവിടെ ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 20 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബൈ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എപ്പോഴും ഈ ലൈൻ എന്ന് പറയുമ്പോൾ ലൈനിൻ്റെ തൊട്ട് മുകളിലും സെല്ലിൻ്റെതും ലൈനിൻ്റെ തൊട്ട് താഴെ ബൈൻ്റെതുമാണ് വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് അടിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഏതായിരുന്നാലും അത് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാം. ഞാനത് തൽക്കാലം ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചതായിട്ട് പരിഗണിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. ഇവിടെ സെല്ല് കിട്ടി, സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു. ബൈ കിട്ടി, അതും സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു. 2 സ്റ്റോപ്പ് ലോസ് അടിഞ്ഞ ദിവസമാണ് 24-ാം തീയതി. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വരാം. ഇവിടെ സെല്ല് കിട്ടി, സ്റ്റോപ്പ് ലോസ് അടിഞ്ഞിട്ടില്ല, നമുക്ക് നല്ല രീതിയിൽ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് ആ ഒരു ട്രേഡ് മാത്രമേ ഉള്ളൂ. അടുത്തത് 28-ാം തീയതി ബൈ കിട്ടി, സ്റ്റോപ്പ് ലോസ് അടിച്ചു. സെല്ല് കിട്ടി, ടാർഗറ്റ് അടിച്ചു, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അടുത്ത ദിവസത്തേക്ക് വരാം. ബൈ കിട്ടി, നമുക്ക് കൃത്യമായി നല്ലൊരു മൂവ്മെൻറ്റ്, അതായത് 20 മുതലപ്പുറമൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് നമ്മളെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അത് 29-ാം തീയതി. അടുത്ത ദിവസത്തേക്ക് വരാം. ഇവിടെ ബൈ കിട്ടി, ടാർഗറ്റ് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടി. തൊട്ട് താഴെ വെക്കുന്ന ആളുകൾക്ക് ഇത് ടാർഗറ്റ് കിട്ടും.
നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടി എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാം. അന്ന് ഈ ബൈ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അടുത്ത ദിവസത്തേക്ക് വരാം. ഇവിടെ സെല്ല് കിട്ടി 15.89 $20 നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അന്നത് മാത്രമേ ഇട്ടുള്ളൂ. ഇവിടെ സെല്ല് കിട്ടിയെങ്കിലും ടാർഗറ്റ് കിട്ടിയിട്ടില്ല, സ്റ്റോപ്പ് ലോസ് അടിച്ചു. ബൈ കിട്ടി, അത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സെല്ല് കിട്ടി സ്റ്റോപ്പ് ലോസ് അടഞ്ഞിട്ടില്ല, ഇവിടെ നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. കൃത്യമായൊരു ടാർഗറ്റ് തന്നെയായിരുന്നു. കുറച്ച് നീണ്ട സമയം ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം രാത്രി ഒരു 8 മണി സമയത്തൊക്കെയാണ് നമുക്ക് ടാർഗറ്റ് അടിക്കുന്നത്. അത് നവംബർ 4-ാം തീയതി. ഇനി അടുത്ത ദിവസത്തേക്ക് വരാം. ഇവിടെ ബൈ കിട്ടി, സ്റ്റോപ്പ് ലോസ് ഒന്നുമില്ല, നല്ല രീതിയിൽ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇവിടെ ഒരു സെല്ല് കിട്ടിയിരുന്നു, സ്റ്റോപ്പ് ലോസ് അടിച്ചു. ബൈ കിട്ടി, അത് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇവിടെ ഒരു ബൈ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസത്തേക്ക് വരാം. ബൈ കിട്ടി, ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ബൈ കിട്ടി, ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു സെല്ല് കിട്ടി, അത് സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, ഇവിടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായി അടിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇവിടെ നമുക്ക് സെല്ല് കിട്ടി, ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ബൈ കിട്ടി, ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 13-ാം തീയതിയാണ്. സെല്ല് കിട്ടി, സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു. ബൈ കിട്ടി, ടാർഗറ്റ് അടിഞ്ഞു. അതുപോലെ 14-ാം തീയതി ഇവിടെ ബൈ കിട്ടി, സ്റ്റോപ്പ് ലോസ് അടിഞ്ഞിട്ടില്ല, നമുക്ക് 189 നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സെല്ല് കിട്ടി, തൊട്ട് മുകളിൽ വെക്കുന്ന ആളുകൾക്ക് ഇത് ടാർഗറ്റ് കിട്ടും, അല്ലെങ്കിൽ ഈ ലൈനിന് കറക്റ്റ് വെച്ച ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയെന്ന് പറയാം. ഇതിന് നമുക്ക് സ്റ്റോപ്പ് ലോസിൽ എണ്ണാം തൽക്കാലം. ഇനി നമുക്ക് 17-ാം തീയതി, അതായത് ഇന്നലെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 18-ാം തീയതിയാണ്. ഇന്നലെ നമുക്കിവിടെ സെല്ല് കിട്ടി, സ്റ്റോപ്പ് ലോസ് ഒന്നും അറിഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് രാത്രി 1 മണിക്ക് ശേഷം, ഇന്ത്യൻ സമയപ്രകാരം 1 മണിക്ക് ശേഷം ടാർഗറ്റ് അടിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നത്തെ മാർക്കറ്റാണ്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കിവിടെ സെല്ല് കിട്ടി, 25-ലാണ് സെല്ല് കിട്ടിയത്. കൃത്യമായി നമ്മുടെ ടാർഗറ്റോടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൈ ഇട്ടിട്ടുണ്ട്, ആ ബൈ റണ്ണിങ്ങിലാണെന്ന് പറയാം. നമ്മൾ 63 ബൈ എന്നുണ്ടെങ്കിൽ ഒരു 83-ലേക്ക് എത്തുമ്പോൾ, 75 വരെ പോയിട്ടുണ്ട്, 83, അതായത് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോൾ അത് ടാർഗറ്റ് അടിയുകയും ചെയ്യും. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തെ ഏകദേശം ഹിസ്റ്ററി നമ്മൾ കണ്ടു കഴിഞ്ഞു. 20-ാം തീയതി മുതൽ, അതായത് 2 ദിവസത്തെ കുറവുണ്ട്. നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. സാധാരണ മറ്റു ഇൻഡിക്കേറ്ററുകളെ പോലെ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് സെല്ലും ബൈയും കാണിക്കുന്ന ഒരു രീതിയല്ല. ഇതിൽ രാവിലെ ഒരു 6 മണിക്ക് ശേഷം നമ്മളിവിടെ വന്നു നോക്കിയാൽ ഈ ലൈൻസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ ലൈൻ വന്ന് ഈ ലൈനിനെ മുറിച്ച് കിടക്കുന്ന സമയത്താണ് നമുക്കിവിടെ എൻട്രി കിട്ടുന്നത്. അപ്പോഴാണ് അത്, പിന്നെ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ്ക്ക് പോയാലും ടാർഗറ്റ് പോയാലും ഈ സെല്ല് എന്നുള്ളത് ഇവിടെ തന്നെ കിടക്കും, ബൈ എന്നുള്ളത് ഇവിടെ തന്നെ കിടക്കും. ഇതിപ്പോൾ മാത്രമാണ് ഈ ബൈ ഇവിടെ ആക്റ്റീവ് ആയത്. കുറച്ച് മുമ്പ് ഞാനിവിടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ ബൈ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ ഇതിൽ നോക്കിയിട്ട് മാനുവലായിട്ട് ട്രേഡ് ചെയ്യണം. ഇനി അതല്ല, ഒരാൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം എല്ലാ ദിവസവും ടാർഗറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാ ദിവസവും സ്റ്റോപ്പ് ലോസ് അടിഞ്ഞുകൊള്ളണമെന്നില്ല. ഏകദേശം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് എല്ലാ മന്തിലും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ട്രേഡിങ്ങിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകൾ വെറുതെ എവിടെയെങ്കിലുമൊക്കെ കളിച്ച് നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ കുഴപ്പമില്ലാത്തൊരു ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും.